ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് നേരിട്ട് കാണാം അല്ലേ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ എടുക്കാം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു, അതാണ് കേട്ടോ. ഒരുപാട് സങ്കടങ്ങളിലാണ് നിങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളിലാണല്ലേ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നീങ്ങാൻ പോവാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാണ്. എൻ്റെ വീഡിയോയിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ട്, ഇത് എന്നോടാണോ പറയുന്നത്, ഇത് എൻ്റെ കാര്യമാണല്ലോ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാറില്ലേ. അത് നിങ്ങളോട് തന്നെയാണ് പറയുന്നത്. അത് യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ചില മെസ്സേജസ് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളോട് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ പാലിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇനി മുന്നോട്ടേക്ക് പോകാനായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു മെസ്സേജ് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ദൈവം അത് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പം അതുപോലെ ഇന്ന് നിങ്ങളോട് ആരോടൊക്കെ പറയുവാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിനല്ല, എപ്പോഴും വീഡിയോകൾ കാണുന്നുണ്ട്, പക്ഷേ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങൾ ടി വിയിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു വട്ടം ഒന്ന് മൊബൈലിൽ കാണണം കേട്ടോ. മൊബൈലിൽ കണ്ടാൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഓൾ ബട്ടൺ കൂടെ ടച്ച് ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതാണ് നിങ്ങൾക്ക് ചിലർക്കൊക്കെ എൻ്റെ വീഡിയോ കാണുന്നില്ലെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ഓൾ ടച്ച് ചെയ്യുകയും ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്, അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ റീഡിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്, ഫ്രീ അല്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടാരോ റീഡിംഗ് കോഴ്സ് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വിളിക്കുന്നതിനേക്കാൾ നല്ലത് വാട്സപ്പിൽ വരുന്നതാണ്. വിളിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് വാട്സപ്പിൽ വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗ് നോക്കാം. ഇന്ന് ഞാൻ ഷഫിൾ ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. ചെറിയൊരു റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഷഫിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ പോകണമെന്നോ ഏതൊക്കെ രീതിയിലാണ് അനുഗ്രഹിക്കുന്നത് നോക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, എംപ്രസ്, ഫോർ ഓഫ് സോർട്സ്, ഫൂള്, ത്രീ ഓഫ് സോർട്സ്, ത്രീ ഓഫ് കപ്പ്, ടു ഓഫ് വാണ്ട്, four of wand, two of swords, judgment, death and rebirth, three of wands, nine of pentacles, ബോട്ടം ഓഫ് ദ ഡെക്ക് ഹെർമിറ്റാണ്. ഇത്രയും കാർഡുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. കാർഡുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളെ ഒരുപാട് രീതിയിൽ അനുഗ്രഹിക്കുന്നുണ്ട്. പല രീതിയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾക്ക് പണം ലഭിക്കാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങൾ പണം ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പം ബാങ്കിലൊക്കെ ലോൺ അടയ്ക്കാനൊക്കെ ആയിട്ട് മാർച്ച് മാസമൊക്കെ വരികയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പണത്തിൻ്റെ ആവശ്യമുണ്ട്, ബാങ്കിൽ അടയ്ക്കാൻ, ലോണുകൾ അടയ്ക്കാൻ, അങ്ങനെ പല പല കാര്യത്തിന് നിങ്ങൾക്ക് പൈസ ആവശ്യമുണ്ട്. ഒരുപാട് പേർക്ക് പണം കൊടുക്കാനുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ പെട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആവശ്യങ്ങളാണ്. പണത്തിനാണ് ഒരുപാട് ആവശ്യങ്ങൾ. പണത്തിനാണല്ലോ ആവശ്യം നമുക്കല്ലേ. പണമില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് പണം ആവശ്യമുണ്ട്. അപ്പോൾ പണം നിങ്ങൾക്ക് ഏതൊക്കെ വഴിയിലൂടെ ലഭിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സാമ്പത്തികം തരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കാൻ പോകുന്നുണ്ട്, നല്ല രീതിയിൽ. അതായത് ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സാമ്പത്തികം വരുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ഏൺ ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടാക്കാൻ നിങ്ങൾ അധ്വാനിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതായത്
ഇതുവരെയുള്ള നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള വരുമാനമൊന്നും ഇല്ലായിരുന്നിരിക്കാം, സാലറി കുറവായിരുന്നിരിക്കാം. പക്ഷേ ഇനി നിങ്ങളുടെ സാലറി വർദ്ധിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്കൊരു പ്രൊമോഷൻ ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം മാറ്റം ലഭിക്കാൻ പോകുന്നുണ്ട്, അതിലൂടെ സാലറി വർധനവ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു ജോലി ലഭിക്കാൻ പോകുന്നു, ഇപ്പോഴുള്ള ജോലിയേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു ജോലി. എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് സാലറി, നല്ല രീതിയിൽ സാമ്പത്തികം ലഭിക്കാൻ പോകുന്നു, നിങ്ങളുടെ ആ ജോലിയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നു. ഒരു പക്ഷേ അല്ലെങ്കിൽ ബിസിനസ് ആവാം. അപ്പോൾ ജോലി കൂടാതെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ആ ഒരു ബിസിനസ്സും കൂടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവാം. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ വർധനവ്, സാലറി വർധനവ് അല്ലെങ്കിൽ സാമ്പത്തികം കുറച്ചും കൂടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. കുറച്ചുകൂടി സാമ്പത്തിക ഭദ്രത കാണുന്നുണ്ട്. അത് ലൈഫിലൊരു പുതിയ തുടക്കമാണ് വരുന്നത്. ഇതുവരെയുള്ള ലൈഫിൽ നിന്ന് നിങ്ങൾക്കൊരു പുതിയ തുടക്കം, ഒരു ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ എന്തെങ്കിലും ഇപ്പോൾ ഉള്ള ജോലിയൊക്കെ അവസാനിക്കുന്നുണ്ടാവാം. അതായത് ഒരു ഡെത്ത് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ചിലപ്പം ജോലി ഇല്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയിലായിരിക്കാം. ആ ഒരു ജോലിയിൽ നിന്ന് നിങ്ങൾക്കൊന്ന് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ജോലി ലഭിക്കുന്ന നിങ്ങൾ ഒരുപാട് നല്ലതായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി അവസാനിക്കാൻ പോകുന്ന ഒരു ഡെത്ത് കാണുന്നുണ്ട്. അവിടെ നിന്നൊരു റീബർത്താണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം, പുതിയൊരു ജോലി, ഒരുപക്ഷെ നിങ്ങൾക്ക് വിദേശത്തേക്ക് തന്നെ പോകാൻ തന്നെയുള്ള ഒരു ഓഫർ വരുന്നുണ്ടാവാം. എന്തായാലും ഇപ്പോഴത്തെ ഏതൊക്കെയോ സിറ്റുവേഷൻ അവസാനിക്കുന്നു, അവിടെ നിന്നൊരു പുതിയ തുടക്കം, ഒരു റീബർത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ട്. പുതിയൊരു തുടക്കം കാണുന്നുണ്ട്. പുതിയൊരു തുടക്കം കാണുന്നുണ്ടെന്നുള്ള 2-3 കാർഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം തരുന്ന കാര്യങ്ങളാവാം, നിങ്ങൾക്ക് ഒരു അത്ര തൃപ്തിയില്ല, സന്തോഷമില്ലാത്ത കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ട് പുതിയ തുടക്കമാണ്. നിങ്ങൾ കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ജോലിയിലായാലും നിങ്ങളുടെ സാമ്പത്തിക രംഗത്തായാലും ആ രീതിയിലൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വരികയാണ്, ഒരു പുതിയ തുടക്കം എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ടും കൂടെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം തരുന്ന അനുഗ്രഹമായിരിക്കാം, പ്രാർത്ഥനയ്ക്കുള്ള റിസൾട്ട്, പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്നതായിരിക്കാം എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് രീതിയിലുള്ള പുതിയ തുടക്കങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം വരികയാണ്. നിങ്ങൾ ഏതൊക്കെയോ കാര്യങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സിലൂടെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വരുവാണ്. ഒരുപക്ഷെ പുതിയൊരു നല്ല ജോലിയാവാം, ജോലിയിൽ വർധനവാവാം, പിന്നെ നിങ്ങൾക്ക് സാലറി വർധനവ്, പ്രൊമോഷൻ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സുമായിട്ട്, ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നു. ആ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം, ബ്ലെസ്സിങ്സിൽ നിങ്ങളുടെ സന്തോഷം പങ്കിടാൻ പോകുന്ന മറ്റുള്ളവരുമായിട്ട്, അങ്ങനെയാണ് കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്താണോ, ഒരുപക്ഷെ നിങ്ങൾക്കൊരു പ്രഗ്നൻസി വരുന്നു, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പ്രഗ്നൻ്റ് ആക്കാൻ പോകുന്നു, നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു സന്തോഷ വാർത്തയായിരിക്കും വരാൻ പോകുന്നത്. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കുട്ടി ഉണ്ടാകാൻ പോകുന്നു, അതൊരു വലിയ സന്തോഷ വാർത്തയാണ്. അത് ദൈവം തരുന്നൊരു അനുഗ്രഹമാണ്. ആ രീതിയിലായിരിക്കും ചിലർക്കൊരു ബ്ലെസ്സിങ്സ് വരുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ 2ാമത്തെ കുട്ടിയാവാം, അല്ലെങ്കിൽ 3ാമത്തെ കുട്ടി, അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിയാവാം കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് നാളെ കാത്തിരുന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമ്മാനം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും. എന്തായാലും ഒരു കുട്ടി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്, യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞതിൻ്റെ ആഘോഷമാവാം, നൂലുകെട്ടിൻ്റെ ആഘോഷമാകാം, അല്ലെങ്കിൽ ബർത്ത്ഡേയുടെ ആഘോഷമാകാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു വീട്, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുക, ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമായി തരാൻ പോകുന്നു. ദൈവം ഒരു വീട് ലഭിക്കുന്നതിൻ്റെ ആഘോഷം, ദൈവം നിങ്ങൾക്കൊരു വീട് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആർക്കൊക്കെ ബ്ലെസ്സിങ്സ്, അതായത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് റെൻറ്റ് ഹൗസിലായിരിക്കാം, വീടില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട്, അതിൻ്റെ ഒരുപക്ഷെ പണി തുടങ്ങാൻ പോകുന്നതായിരിക്കും. ലോൺ വെച്ചിട്ടുണ്ടാവാം, നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് പണിയാനുള്ള ലോൺ ലഭിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ തറ കെട്ടുന്നൊരു ചടങ്ങാവാം, ഒരുപക്ഷെ പാല് കാച്ചിലാവാം, പണി പൂർത്തിയാക്കിയിട്ട് പാല് കാച്ചിലാവാം, കട്ടിള വെക്കുന്ന ആഘോഷമാകാം. എന്തൊക്കെയോ വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. നിങ്ങളതിൻ്റെ ആഘോഷം പങ്കിടാൻ പോകുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തരാൻ പോണ മറ്റൊരു ബ്ലെസ്സിങ്സ്. ആർക്കൊക്കെയോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നുണ്ട്.
ചിലവർക്ക് നിങ്ങളുടെ മാരേജ് തന്നെ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. മാരേജ് നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ടോ ചില വ്യക്തികൾക്ക്. നിങ്ങൾ മാരേജ് നടക്കുമോ അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് തന്നെ മാരേജ് നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരേ കാസ്റ്റിൽപ്പെട്ട വ്യക്തികൾ നിങ്ങളുടെ മതപരമായ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് മതത്തിൽപ്പെട്ടവരാവാം, നിങ്ങളുടെ വീട്ടുകാരെല്ലാം അംഗീകരിച്ച് ആ ഒരു മാരേജ് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു മതപരമായ രീതിയിൽ തന്നെ. അപ്പോൾ ഒരുപക്ഷെ രണ്ട് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു ഫാമിലി അംഗീകരിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ രണ്ട് ഫാമിലിയും അംഗീകരിച്ച് മതപരമായ രീതിയിൽ തന്നെ നിങ്ങളുടെ മാരേജ് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, നിങ്ങൾ ലവ് റീഡിങ് ആണെങ്കിൽ തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു മതപരമായ രീതിയിൽ നിങ്ങളുടെ ആ ചടങ്ങിനനുസരിച്ച് തന്നെ നിങ്ങൾ മാരേജ് നടത്താൻ പോകുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. നിങ്ങളുടെ മാരേജിൻ്റെ സെലിബ്രേഷൻ നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ എനിക്കിപ്പോൾ പറയാനുള്ളത്, ഒരു വളരെയധികം സിറ്റുവേഷനിലൂടെ, മോശമായ സിറ്റുവേഷനിലൂടെ പോകുന്ന കാർഡുകൾ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ 3 of Swords, 2 of Swords, വളരെ കൺഫ്യൂഷൻ, 2 of Wands, 4 of Swords, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറച്ച് പ്രോബ്ലം പിടിച്ച കാർഡുകളാണ്. ഒരുപാട് നിങ്ങൾ ആരൊക്കെ കുറച്ച് ഒരു തേർഡ് പാർട്ടി, ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി മൂലം, അല്ലെങ്കിൽ ഒരു വ്യക്തി മൂലം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് മൂലം ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് ഒരുപക്ഷെ അനുഭവിക്കുന്നതാവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരുപക്ഷെ നിങ്ങളുടെ മാരേജ് ലൈഫിൽ, അതായത് നിങ്ങളുടെ ലവ് റീഡിങ്ങിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് ലൈഫിലാവാം, നിങ്ങളുടെ ദാമ്പത്യത്തിലാവാം. ഏതൊക്കെയോ തേർഡ് പാർട്ടികൾ മൂലം നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നു, ഒരുപാട് കരയുന്നു. അപ്പോൾ നിങ്ങൾ മാരേജ് കഴിഞ്ഞിരിക്കുന്ന കപ്പിൾസ് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാരേജ് ലൈഫിൽ ഒരുപക്ഷെ വീട്ടുകാർ ഇടപെട്ട്, അതായത് ആരുടെയെങ്കിലുമൊക്കെ ബന്ധുക്കൾ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. ചിലർ പറയാറുണ്ട് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ, അമ്മ, അച്ഛൻ, അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അല്ലെങ്കിൽ വൈഫിൻ്റെ വീട്ടുകാരും ആയിട്ടുള്ള ചില അമ്മയോ അച്ഛനോ അങ്ങനെയൊക്കെ സഹോദരങ്ങളൊക്കെ ആയിട്ട് അത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അങ്ങനെയുള്ള ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ മൂലം, അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ വസ്തു തർക്കങ്ങളാവാം, സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളാവാം, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ചിലപ്പോൾ ഫ്രണ്ട്സ് മൂലമാവാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഹസ്ബൻഡിൻ്റെ മദ്യപാനമാവാം, അല്ലെങ്കിൽ അവിടെ സ്ത്രീധന പ്രശ്നം മൂലമുള്ള വഴക്കുകളാവാം, കൊണ്ടുവന്ന സ്ത്രീധനം കുറഞ്ഞതിൻ്റെ ആവാം, അല്ലെങ്കിൽ ജോലിയിലെ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ആ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് മറ്റൊരു ബന്ധമുള്ളതിൻ്റെ ആവാം. അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങളാവാം, ജോലി ഇല്ലാത്തതിൻ്റേതാവാം. അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെയോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, വിള്ളലുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു ബന്ധമാവാം, തേർഡ് പാർട്ടി മറ്റൊരു ബന്ധമാക്കാം. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഈ ഒരു സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. ഒരുപാട് അതിൻ്റെ പേരിൽ വിഷമിക്കുന്നു, കരയുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ, വളരെയധികം മാനസികമായിട്ട് ഒരു പ്രശ്നങ്ങളിലൂടെ പോകുന്നവരെയാണ് കാണിക്കുന്നത്. ചിലർക്ക് ആ ഒരു ബന്ധം അവസാനിക്കാൻ പോകുന്ന പോലെയൊക്കെ തന്നെ തോന്നുന്നുണ്ടോ നിങ്ങൾ ആരുടെയൊക്കെയോ സഹിച്ച് മടുത്തിട്ട് ബന്ധം വേണ്ടെന്ന് വെക്കാൻ പോകുന്നവരോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടികൾ മൂലം മറ്റുള്ള റിലേഷൻഷിപ്പ്, തേർഡ് പാർട്ടികൾ മറ്റൊരു ബന്ധമാവാം ഹസ്ബൻഡ് ആൻഡ് വൈഫിന്, അങ്ങനെയുള്ളൊരവസ്ഥയിൽ പോലും നിങ്ങളുടെ ബന്ധം അവസാനിക്കാൻ പോകുന്നു, നിങ്ങളുടെ താലി പൊട്ടാൻ പോകുന്ന അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകാൻ പോകുന്നുണ്ട് ചില വ്യക്തികൾ. ഒരുപക്ഷെ ചിലർക്ക് ഈ ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ സൂചനകൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പെട്ടിട്ട് നിങ്ങളിപ്പം വല്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലൂടെ പോകുന്നവരെ കാണുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ആരുടെയൊക്കെയോ ലൈഫിലുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ചിലർക്കിതൊരു ജഡ്ജ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും നിങ്ങളുടെ ഒരുപക്ഷെ ഒരുപാട് നിങ്ങളിങ്ങനെ അനുഭവിക്കുന്നുണ്ടാവാം. വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ലൈഫ് പോകുമ്പം നിങ്ങൾ എന്താണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വന്നത്, എന്താണ് ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് മുൻജന്മ പാപഫലമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലോ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും തെറ്റുകളുടെ ഫലമായിരിക്കാം.
എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങളുടെ ഒരു കർമ്മയായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ചെയ്ത പ്രവൃത്തികളുടെ കർമ്മഫലമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും, ഞാൻ ഒരു ദോഷം ആരോടും ചെയ്തിട്ടില്ലോ, ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇങ്ങനെ എൻ്റെ ലൈഫിൽ വരാൻ ഞാൻ എന്ത് ചെയ്തു? അതൊരു പക്ഷെ നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലമായിരിക്കണം എന്നില്ല. അതൊരു പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരായിരിക്കുന്ന ആളുകൾ ചെയ്ത തെറ്റിൻ്റെ ഫലമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ മാതാപിതാക്കൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം മക്കൾ അനുഭവിക്കും, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇനി കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനൊക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഫലവും നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പം നമ്മൾക്ക് എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. വരുന്ന എല്ലാം നമ്മൾ ചെയ്ത തെറ്റിൻ്റെ അല്ല, മറ്റുള്ളവർ ചെയ്ത തെറ്റിൻ്റെ ഫലമല്ല. നമ്മൾക്ക് ജഡ്ജ്മെൻറ്റ് പറയും. ജഡ്ജ്മെൻ്റ് ആയിരിക്കും എന്തെങ്കിലും, നമ്മൾക്കത് ജഡ്ജ്മെൻറ്റ് തരുന്നതായിരിക്കും. നമ്മുടെ ലൈഫ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാവും, അല്ലെ ലൈഫിൽ നമുക്കൊരു ലെസൺ തരാൻ, ലൈഫിലൊരു ലെസൺ കിട്ടുമല്ലോ, ലൈഫ് ഒന്ന് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ചില വ്യക്തികളെ മനസ്സിലാക്കാൻ, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ജഡ്ജ്മെൻ്റ് ആയിരിക്കാം നമ്മുടെ ലൈഫിലേക്ക് വരുന്നതൊക്കെ. അല്ലെങ്കിൽ ചിലരുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു വ്യക്തി ചില നാളുകൾ അതായത് നാളെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ചില നാളുകാർക്ക് ചൊവ്വാദോഷമുണ്ട്, ചില നാളുകാർക്ക് ഹസ്ബൻഡ് പാടില്ല, വൈഫ് പാടില്ല, ഒരേ കാലയളവിൽ ഇങ്ങനെ അവരുടെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നൊരു ചില നാളുകാർക്ക് പ്രത്യേകത അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു പോവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ജഡ്ജ്മെൻറ്റ് തരുന്നതായിരിക്കാം യൂണിവേഴ്സിന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റിലൂടെ നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കാനുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്, ഒരു ലെസൺ തരുന്നതും കൂടെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്, നിങ്ങളുടെ ലൈഫിൽ വന്നു പോകേണ്ടതാണെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ചിട്ട് പോവുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം വരും. നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും വരുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ലൈഫിൽ അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ അനുഭവിക്കാനുള്ളത് അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അതൊക്കെ ഒരു പക്ഷെ നമ്മുടെ സമയദോഷത്തിൻ്റേതും ആകാം, ഏത് രീതിയിലും ആകാം. അപ്പോൾ നമ്മൾ അതിലൂടെ ചില പാഠങ്ങൾ പഠിക്കും. ഒരു ജഡ്ജ്മെൻറ്റ് ദൈവം നമുക്ക് തരുന്നതാണ്. അതിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുക. അതിലൂടെ നമ്മുടെ ലൈഫ് നമ്മൾ ഒന്ന് മനസ്സിലാക്കും. അതിലൂടെ പലതും നമ്മൾക്ക് പഠിക്കാനുണ്ട്. ചില വ്യക്തികളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് നമ്മൾക്കൊരു ലെസൺ തരാനാണ്, അല്ലേ? ചില വ്യക്തികളൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോഴാണ്, ചില ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളാവാം. അപ്പം ഓരോ വ്യക്തികൾക്കും ഓരോ സമയത്തും നമുക്ക് ഓരോ നിയോഗങ്ങളുണ്ട്, അതിനനുസരിച്ചിട്ട് വരുന്നതാണ്. ചിലവർ പറയാറുണ്ട്, അവരുടെ നിങ്ങളുടെ മോശമായിരിക്കുന്ന സമയങ്ങളിൽ ചില വ്യക്തികളെ പരിചയപ്പെടാറുണ്ട്. അപ്പോൾ അവർ ലൈഫിലേക്ക് വരുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്, അല്ലെങ്കിൽ അവർ വന്നപ്പോൾ ഒരു പോസിറ്റീവ് എനർജി, ലൈഫ് ഒന്ന് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാനൊക്കെ പറ്റിയിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ആരുമില്ലാത്തൊരവസ്ഥയിൽ, ഒരു ഗൈഡൻസ് തരാൻ ആരുമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ യൂണിവേഴ്സായിട്ട് അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതായിരിക്കും. അയാൾ ചെയ്യേണ്ട കാര്യം അയാൾ നിർവഹിച്ചതിന് ശേഷം, അയാളുടെ കർത്തവ്യം പൂർത്തിയാക്കിയതിന് ശേഷം അയാളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കും, ആ ഒരു വ്യക്തിയായിട്ട് നല്ലൊരു സ്നേഹബന്ധത്തിൽ, നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് നല്ലൊരു ബന്ധത്തിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ടൊരു മെസ്സേജിലൂടെയൊക്കെ ആയാലും, ഒരു ഫോൺ കോളോ ഒരു മെസ്സേജോ, അല്ലെങ്കിൽ ആ ഒരു നല്ല സുഹൃത്ത് ബന്ധത്തിൽ പോയിരുന്നപ്പോൾ നിങ്ങളൊരു ആശ്വാസത്തിലായിരുന്നു. പക്ഷേ ഇപ്പം നോ കോണ്ടാക്റ്റ് ആണ്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തി പോയതിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തിയുടെ കർമ്മം നിർവഹിച്ചതിന് ശേഷം അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതാണ്. അത് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ ഒന്ന് ചാർജ് ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരാൻ ഒരു വ്യക്തിയെ കൊണ്ടുവന്നതാണ്. അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ചില വ്യക്തികൾ വരുന്നു, കുറേ കഴിയുമ്പോൾ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് പോകുന്നു എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ ഓരോ ടൈമിലും ഓരോ വ്യക്തികൾ വന്നു പോയിരിക്കും. നമ്മൾ ഇന്ന് കാണുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല നാളെ നമ്മുടെ ലൈഫിലേക്ക്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ നിയോഗങ്ങളുണ്ട്, ദൈവമായിട്ട് തന്നെ കണക്റ്റഡ് ആക്കി വിടുന്നതാണ്. ചിലർ വരുമ്പോൾ നമ്മൾക്കത് ഒരു ലെസൺ തന്നിട്ടായിരിക്കും പോവുക, ചിലരൊരു ലൈഫിൽ നല്ലൊരു സന്തോഷം തന്നിട്ടായിരിക്കും പോവുക. അങ്ങനെ ഓരോ സമയത്ത് നമുക്ക് ഓരോരോ കാര്യത്തിനും ഓരോ വ്യക്തികൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നു പോകും. അത് അത് യൂണിവേഴ്സിൻ്റെ ഒരു നിയോഗമാണ്, ദൈവത്തിൻ്റെ ഒരു നിയോഗമെന്ന്, അതൊരു നിയോഗമാണെന്ന് കരുതിയാൽ മതി. അപ്പോൾ പോയ വ്യക്തി ഒരുപക്ഷെ ഇനി തിരികെ വരില്ലായിരിക്കാം. പലരുടെയും ലൈഫിൽ പലരും അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ചില വ്യക്തികൾക്ക് മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ തന്നിട്ടായിരിക്കാം അങ്ങനെയുള്ള വ്യക്തികൾ പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാം വരുന്നവർ പോകുന്നവർ പോട്ടെ എന്ന് വെക്കുക, ആരെയും കാത്തിരുന്നിട്ട് കാര്യമില്ല.
കാത്തിരുന്നാൽ അല്ലെങ്കിൽ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടവരാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അല്ലെങ്കിൽ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടവരാണ്, അത് അവർ വന്നോളും. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ അതും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതില്ല. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. അങ്ങനെ ആരെയും കാത്തിരുന്ന് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഒന്നുമല്ലാതാക്കി തീർക്കേണ്ടതില്ല. നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് തന്നെ പോകട്ടെ. അപ്പം അത് നിങ്ങളുടെ ലൈഫ് അങ്ങനെ മറ്റൊരു വ്യക്തിക്കായിട്ട് വിട്ടുകൊടുക്കാതിരുന്നെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. നിങ്ങളുടെ ലൈഫ് ഒരു ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും അവരുടെ ലൈഫിൽ ഒരു ലക്ഷ്യമുള്ളതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നിടം വരെ നിങ്ങൾ മറ്റുള്ളവരെ ഫോളോ ചെയ്തു പോകും. പക്ഷേ അങ്ങനെ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ലൈഫിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ എന്നിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണമെന്ന് ഒരു തിരിച്ചറിവ് വരുന്നിടം വരെ നിങ്ങൾ അങ്ങനെ പോകും. പക്ഷേ ആ ഒരു കാത്തിരിപ്പ് വെറുതെയാണ്. ഇങ്ങനെ കാത്തിരുന്ന് വെറുതെ ടൈം കളയാൻ നല്ലതൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന നിമിഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിലേക്ക് വരേണ്ട വ്യക്തികളാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ വരിക തന്നെ ചെയ്യും. ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ അതിൻ്റെ പുറകെ ഫോളോ ചെയ്ത് പോകേണ്ടതില്ല. ദൈവമായിട്ട് നിങ്ങൾക്ക് തരാനുള്ളത് നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. എന്തനുഗ്രഹമായാലും നിങ്ങൾ എന്തെങ്കിലും സത്യസന്ധമായ രീതിയിൽ എന്താഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സായിട്ട് അത് നിങ്ങൾക്ക് തരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ദൈവം തരിക തന്നെ ചെയ്യും. ഒന്നും തരാതിരിക്കത്തില്ല, അത് അതിൻ്റേതായ സമയത്ത് നിങ്ങളിലെത്തും. അപ്പം അങ്ങനെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലധികം നിങ്ങളുടെ ലൈഫിലേക്ക് തരാൻ പോവാണ്. പണമായിട്ടും സ്നേഹമായിട്ടും. ഒരുപക്ഷെ നിങ്ങളൊരു നല്ല മാരേജാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മാരേജ്, കുട്ടിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കുട്ടി, വീട്, കാറ്, എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകണം. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഒരു മോശമായ സിറ്റുവേഷനിലൂടെയാണ് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സങ്കടങ്ങൾ നിറഞ്ഞൊരു അവസ്ഥയിലൂടെയാണ് പോയിരുന്നെങ്കിൽ, നിങ്ങളുടെ ലൈഫ് സന്തോഷത്തിൻ്റെതായ ഒരു അവസ്ഥയിലൂടെ പോവാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ റെഡി ആയിരിക്കാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ഉടനെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കാണാൻ പോവാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എന്നെ അനുഗ്രഹിക്കട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.